മഴ തോരും മുമ്പേലാണെങ്കിൽ വൈജ ആത്മഹത്യ ചെയ്യുമോ എന്ന് ഭയന്ന് നമ്മുടെ അലീന. അങ്ങനെ രേവതിക്കുട്ടിയാണെങ്കിൽ നമ്മുടെ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. അതായത് ചേച്ചിയുടെ അമ്മ ചേച്ചിയെ എത്രമാത്രമാണ് ദ്രോഹിച്ചത്. ആകെ കൂടെ ഉണ്ടായത് ചേച്ചിയുടെ അച്ഛനല്ലാത്ത ഈ ബാലചന്ദ്രൻ സാറാണ്. അദ്ദേഹം എത്രമാത്രം ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തിനാ ചേച്ചി അദ്ദേഹത്തെ വിഷമിപ്പിച്ച് എന്തിനാണ് പടിയിറങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, ഞാൻ അവിടെ തുടർന്നാൽ അമ്മയുടെ മക്കളെ സ്നേഹിക്കാനോ സംരക്ഷിക്കാനോ അവരെ സ്നേഹം കൊടുത്ത് വളർത്താനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് ഇറങ്ങിയേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് ശരിയാവില്ല രേവതിക്കുട്ടി എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ രേവതിക്കുട്ടിയാണെങ്കിൽ ചേച്ചി ഇങ്ങനെ എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് കൊണ്ടാണ് ചേച്ചിയുടെ പുറത്ത് ഇങ്ങനെ കയറുന്നത് എന്ന് പറയുമ്പോൾ, എനിക്ക് എൻ്റെ അമ്മയുടെ സ്ഥാനം തട്ടിയെടുക്കേണ്ട ആവശ്യകതയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. കൂടാതെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് കാര്യം തുറന്നു പറയുമെന്നാണ്. അതായത് എന്നെ സംബന്ധിക്കുന്ന രഹസ്യം. ആ രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആത്മഹത്യ ചെയ്യുമോ എന്ന് വരെ എനിക്ക് ഭയമുണ്ട് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും.